50ാമത്തെ എപ്പിസോഡ് ആയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു റസ്മിൻ്റെ ഒരു ഗെയിമിനെ കുറിച്ച്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ആദ്യത്തെ 50 ദിവസം ജബ്രി കോംബോയുടെ ഇടയിലായിരുന്നുവെങ്കിൽ ഇനിയുള്ള 50 ദിവസം ശ്രീജുൻ കോംബോയുടെ ഇടയിൽ നിൽക്കാൻ കഴിയുമോ എന്നാണ് നമ്മുടെ റസ്മിൻ നോക്കുന്നത്. അത് വിസിബിളാണ്. ജബ്രി കോംബോയ്ക്ക് വലിയ ആയുസില്ലെന്ന് നേരത്തെ മനസ്സിലാക്കിയ റസ്മിൻ നൈസായിട്ട് അർജുനോടും ശ്രീതുവോടും ഒപ്പം അടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് 2 ആഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഗബ്രിയോടും അതുപോലെ ശ്രീതുവിനോടും അർജുനോടും ഒക്കെ തനിക്ക് ക്രഷ് തോന്നിയ കാര്യം അതിനകത്ത് വെച്ച് തന്നെ റസ്മിൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഗബ്രിയുടെ തോളിൽ ചാരിയിരുന്നാലോ കൈ പിടിച്ചിരുന്നാലോ ഒന്നും ജാസ്മിന് വർത്തിച്ച് കുഴപ്പമൊന്നുമില്ല. ജാസ്മിൻ അതിനെ ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു വൈബിൽ തന്നെ എടുക്കും. പക്ഷേ ശ്രീതു അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കിയാൽ റസ്മിന് തന്നെ കൊള്ളാം. അതായത് വളരെ പൊസസീവായിട്ടുള്ള 2 പേരാണ് അർജുനും ശ്രീതുവും. ഇന്നലെ അർജുനും റസ്മിനും കൂടെ കൈപിടിച്ചിരിക്കുമ്പോൾ ശ്രീതു അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ഇനി എപ്പോൾ പിണങ്ങുമെന്ന് കണ്ടു തന്നെ അറിയാം. അതായത് ഇത്തരത്തിൽ ഇതിന് മുമ്പും ശ്രീതു അർജുനോട് പിണങ്ങി നടന്നിട്ടൊക്കെ ഉണ്ട്. വളരെയധികം പൊസസീവായിട്ട് പെരുമാറുന്ന ഒരാളാണ് ശ്രീതു. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് അവരിപ്പോഴും പറയുന്നത്. പക്ഷേ അവരുടെ പലപ്പോഴുമുള്ള പൊസസീവ്നെസ് കാണുമ്പോൾ അതേ ഉള്ളൂ എന്ന് നമുക്ക് സംശയം തോന്നുകയും ചെയ്യും. എന്തായാലും വളരെ കൃത്യമായിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെ ഇടയിൽ എങ്ങനെ കയറി കൂടിയോ അതുപോലെ തന്നെ റസ്മിൻ ഈ അർജുൻ്റെയും ശ്രീതുവിൻ്റെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. ഇന്നലെ അർജുൻ്റെ കൈ പിടിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ശ്രീതു ഇടയ്ക്കിടയ്ക്ക് കയ്യിലേക്കാണ് നോക്കുന്നത്. ലൈവിലാണ് കേട്ടോ അത് കൂടുതലും കാണിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്നു ആ സംഭാഷണം. എപ്പിസോഡ് ഏതുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ലൈവായിരുന്നു കണ്ടത്. ചിലപ്പോൾ ഇത് റസ്മിൻ്റെ ഒരു ഗെയിം ആയിരിക്കും. കാരണം റസ്മിന് നന്നായിട്ട് അറിയാം ഇങ്ങനെ കോംബോ പോകുന്ന സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന്. അതിന് വേണ്ടിയിട്ടൊരു സ്ട്രാറ്റജി എടുക്കുന്നതുമാകാം. എന്താണെങ്കിലും ശ്രീതു ആണ് ആള്. ജാസ്മിനെ പോലെയല്ല, അത് വൈകാതെ റസ്മിന് മനസ്സിലാകുമെന്നും എനിക്ക് തോന്നുന്നു.